ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഡെൻമാർക്ക്, സ്പെയിൻ തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയും കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ്. രാജ്യത്ത് ആദ്യമായി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായിരിക്കുകയാണ് കർണാടക. കുട്ടികളിലെ അമിതമായ സ്ക്രീൻ ടൈം, കുറഞ്ഞുവരുന്ന പഠന നിലവാരം, പെരുമാറ്റ വൈകല്യങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് തീരുമാനം. വെള്ളിയാഴ്ച നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. വർദ്ധിച്ചുവരുന്ന മൊബൈൽ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ തീരുമാനിച്ചതെന്ന് സിദ്ധരാമയ്യ സഭയിൽ പറഞ്ഞു. ഇതേസമയം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശും. അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിരോധനം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ കർശന നിലപാടുകളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും സമാന പാത പിന്തുടരുന്നത് പരിഗണിച്ചിരുന്നു. ഓൺലൈൻ ബ്ലാക്ക്മെയിലിംഗ്, ഡീപ് ഫേക്ക് ദൃശ്യങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിന് പ്രായപരിധി ഏർപ്പെടുത്തുന്ന കാര്യം നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇന്ത്യയിൽ 14 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഏകദേശം 90% പേർക്കും വീട്ടിൽ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ്. 75%-ലധികം പേർ സോഷ്യൽ മീഡിയ സജീവമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്തവരിൽ 60%-ലധികം പേരും ഓൺലൈൻ ഭീഷണി നേരിടുന്നു. പകുതിയോളം പേർ ദോഷകരമായ കാര്യങ്ങൾക്ക് വിധേയരാകുന്നെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം പ്ലാറ്റ്ഫോമുകൾ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കുട്ടികളുടെ ഡാറ്റ ശേഖരിക്കുകയും ധനസമ്പാദനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സൈബർ കെണികൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലും കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത്. പ്രായം തെളിയിക്കൽ നിർബന്ധിതമാക്കുന്നതോടെ മുതിർന്നവരുടെ അടക്കം സ്വകാര്യതയ്ക്ക് ഭീഷണി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരതയുടെ അപര്യാപ്തി, മോശം ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ, ഉപയോക്താക്കളെ തളച്ചിടുന്ന പ്ലാറ്റ്ഫോം ഡിസൈനുകൾ എന്നിവ പരിഹരിക്കാതെയുള്ള നിയന്ത്രണം ഫലവത്താകില്ലെന്നാണ് ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ പറഞ്ഞത്. എന്നാൽ ഈ നിയന്ത്രണം എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല.